സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഞാൻ 4 പച്ചക്കായയാണ് എടുത്തത്. ഇനി ഇത് എങ്ങനെയാണ് മുറിക്കുക എന്ന് നോക്കാം. ആദ്യം ഈ കായയുടെ 2 സൈഡും മുറിച്ച് കളയണം. അതിനുശേഷം കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു മുറിക്കുക. തോലിൻ്റെ ഇടയിലേക്കൂടെ കത്തി ഒന്ന് തിക്കി അകറ്റുക. സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കൈമുറിയാൻ ഇടയുണ്ട്. ഈ പച്ചക്കായയുടെ തൊലി കളയേണ്ടതില്ല, അത് തോരൻ ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ പുറമൊന്ന് ഉരച്ച് വൃത്തിയാക്കി മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട ശേഷം നമുക്ക് എടുത്ത് മുറിച്ചെടുക്കാം. ആദ്യം ഞാൻ ചെറിയ പീസായാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ എല്ലാ കായയും മുറിച്ച് വയ്ക്കാം. മുറിക്കുന്നത് എല്ലാം ഒരേ വലുപ്പത്തിൽ മുറിക്കണം, എന്നാലേ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപോലെ വരികയുള്ളൂ. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല സ്വാദുമാണ്. ഇനി ആവശ്യമുള്ളപ്പോൾ കടയിൽ പോയി വാങ്ങാതെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കൂ. ഞാനിത് ഈ വണ്ണത്തിലാണ് മുറിച്ചെടുത്തത്, ചെറിയ രീതിയിൽ. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ സ്വാദ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനാണ്. എല്ലാം ഒരേ വലുപ്പത്തിലാണ് ഉള്ളത്. ഇനി എണ്ണയിൽ വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം, എന്നാലാണ് ശരിയായ രീതിയിൽ ഫ്രൈ ആയി വരിക. ഇനി ഒരു 100 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് പാനി ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു നൂൽ പാകമാകുന്നതുവരെ ഇത് വറ്റിച്ചെടുക്കണം. സ്വന്തമായി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വൃത്തിയുള്ള ഭക്ഷണം കഴിക്കാം.
ഇതിലേക്ക് ചുക്കും ഏലക്കായ പൊടിച്ചതും ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയ ശേഷം കായ വറുത്ത് വെച്ചതും ഇട്ട് കൊടുക്കാം. ഇത് എല്ലായിടത്തും എത്തേണ്ട രീതിയിൽ ഇളക്കിയെടുക്കണം. നല്ലതുപോലെ ഇളക്കി ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് സെറ്റായി വരും. വേണമെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇത് കുറച്ച് വലിപ്പമുള്ള രീതിയിൽ മുറിച്ചെടുത്തതാണ്. നമുക്ക് ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇത് ഇളക്കി വറുക്കണം. എന്നാലേ നല്ല രീതിയിൽ വറുത്ത് കിട്ടുകയുള്ളൂ. ഇത് ആയി. ഇനി ഇത് കോരി മാറ്റാം. നൂറ് ഗ്രാം വെല്ലം ഉരുക്കി അരിച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഏലക്കായപ്പൊടിയും ചുക്കുപൊടിയും 1 നുള്ള് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൽ ഞാൻ 1/2 ടീസ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.